ഇവിടെ തന്നെയല്ലേ വീട് അല്ലേ? തൊട്ടടുത്തല്ലേ വീട്? മേപ്പാടി റിപ്പൺ എന്ന സ്ഥലത്താണ്. അപ്പോൾ ആദ്യം ഉരുൾപൊട്ടലുള്ളപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ കൂടി? അതെ. ഫസ്റ്റ് ഞങ്ങൾ ആ വീടിൽ നിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് ബോഡികൾ എടുത്തിട്ടുണ്ട്. പിന്നെ അന്നുണ്ടായതൊന്ന് പറയാൻ പറ്റുമോ? ഇവിടെ അന്ന് ഞാൻ വന്ന സമയത്ത് മൊത്തത്തിൽ രാത്രി 2:45-3 മണിൻ്റെ അടുത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയ സമയങ്ങളിൽ മൊത്തം വെള്ളമായിരുന്നു. വെള്ളമായിട്ട് ഞങ്ങൾക്ക് മൊബൈലിൻ്റെ വെളിച്ചം മാത്രം, ഇവിടെ കറണ്ടൊന്നും ഇല്ലാതെ മൊത്തം പോയി കിടക്കില്ല. അങ്ങനെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. അവിടെ വന്ന സമയത്ത് ആ വീടിൻ്റെ ഉള്ളിൽ 2 പേര് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാതിൽ തട്ടി വാതിൽ പൊളിച്ച്. അത് ഏത് വീടാണ്? അത് ആ ഒരു കാറ് പാർക്ക് ചെയ്ത് കണ്ടോ? പൊളിയാത്ത വീട്. അതെ. പക്ഷെ എല്ലാ മരങ്ങളും അതിൻ്റെ മുറ്റത്തായിരുന്നു. ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 2 പേരെ പുറത്തിറക്കി. താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. രണ്ട് നില ഈ വീട്. അങ്ങനെ അവിടുന്ന് ഇതിൽ വരാൻ കഴിയില്ല, മൊത്തം വെള്ളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ കുന്ന് കയറി, ആ കാട്ടിക്കൂടെ കയറിയിട്ട് ഒരു 5:30 മണിയായി അവിടെ എത്തുമ്പോൾ, താഴെ ഇറങ്ങുമ്പോൾ. കാരണം പ്രായമുള്ള സ്ത്രീ ആയിരുന്നു, കാലിന് അവർ സർജറി കഴിഞ്ഞ ആളായിരുന്നു. അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോയി അവിടെ ആക്കി. പിന്നെ ഒന്ന് വെളിച്ചം വെച്ച ഉടനെ തന്നെ ഞങ്ങൾ ബോഡി തരാൻ തുടങ്ങി. ആ സ്പോട്ടിൽ തന്നെ 3 ബോഡി കിടപ്പുണ്ടായിരുന്നു. അന്ന് മുതൽ അങ്ങനെ രക്ഷാപ്രവർത്തനം മൊത്തം 8 ബോഡി ഞങ്ങൾ എടുത്ത്. താങ്കളുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇങ്ങനെ ഒരു തെരച്ചിൽ. എന്താ ഈ ഒരു പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഇവിടെ എന്താണ് നിങ്ങളുടെ സംശയം വരാൻ കാരണം? ഇവിടുന്ന് മേലിന് പൊട്ടി വന്നത് മുഴുവനും ഒന്ന് ഒരു ആദ്യത്തെ വലിയ വളം. അതെ, ആദ്യത്തെ വലിയ വളവാണിത്. അന്ന് ഇവിടെയാണ് വെള്ളം അടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോയിട്ടുള്ളത്, മറിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടുന്ന് വന്ന 100 കണക്കിന് വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിൽ നിന്ന് വിനയൻ ഇവർ പറയുന്ന ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം. മുകളിൽ നിന്ന് വരുന്നു. മേലെ ഇവിടുന്ന് മാത്രം അത് കാണുന്നതല്ല, ഈ കാണുന്നത് മാത്രമല്ല, അതിൻ്റെ മുകളിലേക്ക് മുണ്ടക്കൈ അതേമാതിരി പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന സ്ഥലമൊക്കെ അധികം വീടുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ബോഡികളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരാനും സാധ്യത. വന്ന് ഈ വളവിൽ വന്ന് തങ്ങിയിട്ടുണ്ട്. പക്ഷെ ആർക്കും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. അവിടെ അത്രയും ഒരു 4 മീറ്ററോളം താഴ്ചയാണ്, ചെളിയാണ്. നമുക്ക് മാൻ പവർ ഉപയോഗിച്ചാൽ ഇറങ്ങി ഇതാക്കാൻ കഴിയില്ല.